നമുക്കിനി വളരെ ടൈറ്റ് ഫൈറ്റ് നടന്ന ആറന്മുളയിലേക്കാണ് പോകേണ്ടത്. ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ഇത്തവണ നമ്മൾ യുവാക്കളുടെ ഒരു നീണ്ട നിര മത്സരരംഗത്തേക്ക് എത്തുന്നു എന്ന് പറഞ്ഞതുപോലെ ഏറെ പ്രതീക്ഷിച്ച ഒരു മുഖമായിരുന്നു. അതും ആറന്മുളയിൽ വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അബിൻ വർക്കിക്ക് എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ അബിൻ. ഗുഡ് ആഫ്റ്റർനൂൺ. ആറന്മുളയിൽ എല്ലാം വർക്കായോ? ആറന്മുളയിലെല്ലാം വർക്കാക്കാൻ വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഞങ്ങളുള്ളത്. വിനീത, അബിൻ പുതിയൊരു ഗെറ്റപ്പിലാണ് ഇരിക്കുന്നത്. അബിൻ തല മൊട്ടയടിച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുടി കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് അതിലൊക്കെ കുറെ സീക്രട്ട് ഉണ്ടായിരിക്കും. അതല്ല വിഷയം. അബിൻ ഈ കുറച്ച് സമയമാണ് അബിന് അവിടെ പ്രചാരണത്തിന് കിട്ടിയത്. പക്ഷേ അതിനിടയിൽ തന്നെ എനിക്ക് തോന്നുന്നു വീണ ജോർജിനെ പോലുള്ള ഒരു ആരോഗ്യമന്ത്രിയെ പോലുള്ള ഒരു ഒത്ത എതിരാളി എതിർപക്ഷത്തുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത്ര സമയത്തിനുള്ളിൽ ആ ഒരു വെല്ലുവിളി മറികടക്കാൻ കഴിഞ്ഞത്? ഒന്നാമത്തെ കാര്യം വലിയ ചൂടാണ്. പിന്നെ അന്തുവിനെ പോലെ വലിയ ഗ്ലാമറുള്ള ആളുകളൊന്നും അല്ലല്ലോ നമ്മള്. അതുകൊണ്ട് മുട്ടയടിച്ചാലൊന്നും കുഴപ്പമില്ല. നമ്മളെ പുതിയ ഗെറ്റപ്പിൽ ഇച്ചിരി ഗ്ലാമർ വരുമോ എന്ന് നോക്കിയതാണ്. അന്തുവിനെ ഒപ്പൊക്കെ പിടിച്ചു നിൽക്കണ്ടേ. മത്സരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വളരെ വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് മികച്ച ആത്മവിശ്വാസമുണ്ട്. അതിനെ പറ്റിയ രാഷ്ട്രീയ സാഹചര്യം അത് കേരളത്തിലുണ്ട് എന്നാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ആറന്മുളയിൽ ഉണ്ടായിരുന്നു. ആറന്മുളയിൽ ഈ പ്രചാരണ സമയത്ത് പലപ്പോഴും ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ അബിൻ സംസാരിക്കുന്ന സമയത്ത് തോന്നിയൊരു കാര്യമാണ് ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ 5 വർഷം കേരളത്തിലുണ്ടായ വിവാദങ്ങൾ. വീണ ജോർജ് പലപ്പോഴും ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുകയായിരുന്നു. അവരുടെ റോൾ ഭംഗിയായി നിർവഹിച്ചു എന്ന് CPM വിലയിരുത്തുമ്പോഴും ജനങ്ങൾക്കിടയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട വിവാദങ്ങളാണെന്ന് പറയുമ്പോഴും ഒരുപാട് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ആറന്മുളയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി പോകാൻ സാധിച്ചത്, വീണ ജോർജ് ഒരു എതിരാളിയായി മുന്നിൽ വന്നത്, ഇതൊക്കെ കുറച്ചുകൂടി അനുകൂലമായി, കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയായി, അങ്ങനെ ഒരു ആത്മവിശ്വാസം അബിനുണ്ടായിരുന്നോ? അങ്ങനെയല്ല. എല്ലാ എതിരാളികൾക്കും അവരുടേതായ ശക്തിയൊക്കെ ഉണ്ട്. അവർ 2 പ്രാവശ്യം ഇവിടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട് 1 പ്രാവശ്യം മന്ത്രിയായി. കോൺഗ്രസിന് വേരുറപ്പുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും വോട്ടുകളുള്ള വ്യക്തി തന്നെയാണ് ശ്രീമതി വീണ ജോർജ്. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയുടെയും അവരുടെ കഴിവിനെ കുറിച്ച് കാണിക്കുകയോ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ ചെയ്യാൻ ഞാൻ ആളല്ല, ഞാനതിന് ഒരുക്കവുമല്ല. പക്ഷേ ഈ തവണ അതൊക്കെ മറികടക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയായിരുന്നു. ആ ഭരണവിരുദ്ധ വികാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്ന ഒരു വകുപ്പ് ആരോഗ്യവകുപ്പായിരുന്നു. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ അത് കേവലം ആറന്മുളയ്ക്കും അപ്പുറമായിട്ട് കേരളം തന്നെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അപ്പോൾ ആ വിഷയങ്ങൾ ഒട്ടേറെ സമരങ്ങൾ നടത്തിയ ആളുകളാണ് ഞങ്ങൾ, ഒട്ടേറെ സംവാദങ്ങൾ നടത്തിയ ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ടൊക്കെ തന്നെ ഏതൊരു കാര്യം ചർച്ച ചെയ്യപ്പെടുമ്പോഴും അതുകൂടി ചേർക്കുക എന്നുള്ളത് എന്നെപ്പോൾ ഞാനൊരു യൂത്ത് കോൺഗ്രസിൻ്റെ യുവജന പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ കടമയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആറന്മുളയിലെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ ആറന്മുളയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ആറന്മുളയുടെ തൊട്ടടുത്തുള്ള കോന്നിയിലായിരുന്നു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായിരുന്നു. കോഴഞ്ചേരിയിലെ ഒരു RCCയുടെ സ്ഥാപനം പൂട്ടിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരവും അതിനപ്പുറമായിട്ട് 10 കൊല്ലമായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നുള്ള UDF പ്രവർത്തകരുടെ ഉറച്ച ഒരു ദൃഢനിശ്ചയവും ഒക്കെ ചേർക്കുമ്പോൾ ഇങ്ങനെ അനുകൂലമായ സാഹചര്യം എല്ലാ തരത്തിലും വന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഉറച്ച വിജയപ്രതീക്ഷയുടെ കാരണവും. അബിൻ നോക്കൂ, അബിൻ ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയെ തോൽപ്പിച്ചു എന്നുള്ളൊരു ക്രെഡിറ്റ് ആണ് പാർട്ടിക്കകത്ത് കിട്ടാൻ പോകുന്നത്. അതൊരു വലിയ ക്രെഡിറ്റ് തന്നെയായിരിക്കും. അപ്പോൾ മന്ത്രിയെ തോൽപ്പിച്ചാൽ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ? പാർട്ടി തീരുമാനിക്കുമെന്നല്ലാതെ മറ്റെന്തെങ്കിലും പറയണം. ഒന്നാമത് നിങ്ങള് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഒരു വിധത്തിലാക്കി. ഇനി നാളെ വോട്ടെണ്ണുന്നതിന്റെ തലേ ദിവസം വീണ്ടും പുതിയ കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങി. അങ്ങനെയൊന്നും യാതൊരു നിർബന്ധവുമില്ല, അങ്ങനെയൊന്നും യാതൊരു കാര്യങ്ങളുമില്ല. അതാണ് ആദ്യം ആറന്മുളയിൽ ജയിച്ചു കയറുക എന്നതാണ് പ്രധാനം. അബിൻ, എന്താണ് പ്രതീക്ഷ? 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നതൊക്കെയാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഒരു കണക്കുകൂട്ടൽ? ഞങ്ങൾ വളരെ കംഫർട്ടബിളിനപ്പുറമായി അൾട്രാ കംഫർട്ടബിളായി ആറന്മുളയിൽ ഞങ്ങൾ വിജയിക്കും. അത് മികച്ച ഭൂരിപക്ഷം തന്നെ ഉണ്ടാവും. ഒരു അൾട്രാ കംഫർട്ടബിൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കേരളത്തിൽ
ഉറപ്പായും UDF തരംഗമുണ്ടാകും. ആ കേരളത്തിൽ തരംഗമുണ്ടാകുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ 5 MLAമാർ UDFന്റെ മുഖ്യമന്ത്രിക്ക് കൈയുയർത്താനുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണ 5-5 ഇടതിനൊപ്പമായിരുന്നു, ഇത്തവണ 5 തിരിച്ചു പിടിക്കാൻ കഴിയും. അത്ര ഒരു തൂത്തുവാരി പത്തനംതിട്ട ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുന്ന ഒരു ജില്ലയായി പത്തനംതിട്ട മാറുമോ? അല്ല, അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം അന്തു അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അന്തുവിനറിയാം, അന്തു കുറച്ചുകൂടെ ഗ്രൗണ്ട് അറിയാവുന്ന മേഖലയാണല്ലോ. നമുക്ക് കോട്ടയം ജില്ല എടുത്താൽ പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും ഒക്കെ എന്താണ് അവസ്ഥ എന്നുള്ളത് താങ്കൾ കുറച്ചുകൂടി വ്യക്തിപരമായി അറിയാമായിരിക്കും. ആ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നങ്ങ് കയറുമ്പോൾ തന്നെ ആണ് റാന്നിയും അതുപോലെ തന്നെ ആറന്മുളയും ഒക്കെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഈ മേഖലയിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നുകൊണ്ട് ഈ മേഖലയുടെ ഒരു ട്രെൻഡ് അതായിരുന്നു എന്നുള്ളത് തന്നെ പറയാം. ഉറപ്പായും അങ്ങനെയുള്ളൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു സർക്കാർ വിരുദ്ധ വോട്ട് അത് എല്ലാ ബൂത്തുകളിലും ഒരു 20-25 വോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 20-25 സർക്കാർ വിരുദ്ധ വോട്ട് എന്ന് പറയുമ്പോൾ ഒരു നിയോജകമണ്ഡലത്തിൽ ഉറപ്പായിട്ട് ഒരു 5000 മുതൽ 7000 വരെ വോട്ടുകൾ ഉണ്ടായിരുന്നു. ഈ വോട്ടുകൾ തന്നെ ഷിഫ്റ്റ് ചെയ്താൽ തന്നെ കേരളത്തിൽ വലിയ രീതിയിലുള്ള സീറ്റിൻ്റെ എണ്ണത്തിലുള്ള ഷിഫ്റ്റ് ഉണ്ടാകും. അത് കൃത്യമായ ഒരു തരംഗമായി തന്നെ മാറുമെന്ന് ഞാൻ ഉറച്ച വിശ്വാസമുണ്ട്. ഈ ആറന്മുളയിലെ ഈ പ്രചാരണ സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ചർച്ചയായത് ഈ പ്രസ് ക്ലബിൽ എതിർ സ്ഥാനാർത്ഥിയുമായി വീണ ജോർജും അബിൻ വർക്കിയും തമ്മിലുള്ള ഒരു ഡിബേറ്റ് ഒരുപക്ഷെ വലിയ ചർച്ചയായതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇരു കൂട്ടരും വലിയ രീതിയിൽ അത് ആഘോഷിക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ വളരെ തന്മയത്വത്തോടെ മറുപടി പറയുന്ന, ഒട്ടും ആവേശം അങ്ങനെയില്ല, എന്നാൽ കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ഒരു അഭിനയാണ് കണ്ടത്. ഈ ഒരു യൂത്ത് അത്തരത്തിലുള്ള ആളുകളെ കൂടി ടാർഗറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത്തരം വോട്ടുകൾ കൂടി നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? കാരണം പുതുതലമുറയിൽപ്പെട്ടവർ കഴിഞ്ഞ 10 വർഷത്തെ ഭരണമാറ്റം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മാറ്റം ആഗ്രഹിച്ചു യുവാക്കളും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഒരു പുതിയ ജനറേഷൻ, അത് ഒരു യൂത്ത് ജനറേഷൻ, പുതിയ വോട്ടർമാർ, ഫസ്റ്റ് ടൈം വോട്ടർമാർ തൊട്ട് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചു എന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിലെ ഭരണം കണ്ട ഒരു 30 വയസ്സിന് താഴെയുള്ള യുവതീ യുവാക്കളെല്ലാവരും ഇനി ഈ സർക്കാർ വേണ്ട എന്ന ഉറച്ച തീരുമാനമെടുത്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സെഗ്മെൻറ്റ് ഓഫ് വോട്ട്സ് ഞങ്ങൾക്ക് സ്വാധീനിക്കാൻ സാധിച്ചു എന്ന ഉറച്ച വിശ്വാസമുണ്ട്. ഫസ്റ്റ് ടൈം വോട്ടേഴ്സിൻ്റെ ഭൂരിഭാഗം വോട്ടും കേരളത്തിൽ തന്നെ UDFന് ലഭിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ പ്രസ് ക്ലബിലെ അതൊക്കെ നിങ്ങൾ തന്നെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളതല്ലാതെ നിങ്ങൾ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, നിങ്ങൾ തന്നെ അത് വൈറലാക്കി ആക്കുന്നു എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളില്ലല്ലോ. കൃത്യമായി അതിനകത്ത് കാര്യങ്ങൾ ആരോഗ്യവകുപ്പുമായി 5 സീറ്റ് നിങ്ങൾ സ്വന്തമാക്കുമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് MLAമാരുടെ പേരൊക്കെ പറഞ്ഞു. ഈ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഇത്തവണ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്നവർ കഴിഞ്ഞ തവണ നിലവിലെ MLAമാർക്ക് തന്നെ സീറ്റ് വിട്ടുകൊടുക്കുമ്പോൾ അവർ വിജയിച്ച് വരും. MLAമാർക്ക് അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം അവരുടെ മണ്ഡലങ്ങളിലില്ല. ജനങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്, അവർ വിജയിപ്പിച്ചുകൊള്ളും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇപ്പോൾ ഈ തിരുവല്ലയിൽ മാത്യു ടി തോമസ് ആണെങ്കിലും നമ്മുടെ റാന്നിയിൽ പ്രമോദ് നാരായണൻ ആണെങ്കിലും അതോടൊപ്പം ചിറ്റേ ഗോപകുമാർ, KU ജനീഷ് കുമാർ, വീണ ജോർജ് തുടങ്ങിയ MLAമാർക്കൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനമില്ല. അപ്പോൾ ഇവരെ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വീണയുടെ കാര്യം തന്നെ എടുത്താൽ തുടർച്ചയായിട്ട് 10 വർഷം MLA ആയിരിക്കുന്നു. ആദ്യ തവണ പിടിച്ച ഭൂരിപക്ഷത്തിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തോടു കൂടിയാണ് 2ാം തവണ അധികാരത്തിൽ വരികയും MLA ആവുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തത്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു കാരണക്കാർ ഒരാൾ MLAമാരാണ്. കാരണം ഈ MLAമാരെ ജയിപ്പിച്ചു വിടുമ്പോഴാണല്ലോ ഭരണം ഉണ്ടാകുന്നത് LDFന്. അതുകൊണ്ട് തന്നെ ഇനിയൊരു MLA LDFൻ്റെ വിജയിപ്പിച്ചു വിട്ടാൽ ഈ ഭരണം വീണ്ടും തുടരുമെന്ന് കണ്ടാൽ പിന്നെ ജനങ്ങൾ എങ്ങനെയാണ് LDFന് വോട്ട് ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകളുടെ പാറ്റേൺ അങ്ങനെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കൂടിയത്, അത് കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം എങ്ങനെയാണ് ഭൂരിപക്ഷം കൂടിയതെന്ന്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തവണ 2016 BJP പിടിച്ചത് 38,000 വോട്ടുകളായിരുന്നു. കഴിഞ്ഞ തവണ BJP പിടിച്ചത് 29,000 വോട്ടുകളാണ്. UDFന് കിട്ടിയ വോട്ടുകൾ 2016-ലും 2021-ലും ഏതാണ്ട് സമമാണ്, 55,000 വോട്ടുകളാണ്. ഈ പോയ വോട്ടുകൾ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തതെന്ന് നോക്കിയാൽ ഏകദേശം ഒരു 10,000-ഓളം വോട്ടുകൾ. അതായത് K. സുരേന്ദ്രൻ നിന്നപ്പോൾ 50,000 വോട്ട് പിടിച്ച ആറന്മുള നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 29,000 വോട്ടിട്ട് കൂപ്പുകുത്തിയപ്പോൾ ആ പോയ BJPയുടെ വോട്ടുകൾ കൃത്യമായി CPMന്റെ പെട്ടിയിൽ വീണു എന്നുള്ളത് കണക്കുകൾ വ്യക്തമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കൂടിയത്. അല്ല, ഡീലല്ല അന്തു, അതിനകത്ത് ആ കണക്ക് പരിശോധിച്ചാൽ അറിയാം. അതിപ്പോൾ ആറന്മുളയിലെ ഗ്രൗണ്ട് നോക്കിയാലും അറിയാം.
അതായത് കഴിഞ്ഞ തവണ 29,000 വോട്ടാണ് BJP പിടിച്ചത്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 38,000 വോട്ടുണ്ട് BJPക്ക്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ടുണ്ട് BJPക്ക്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39,000 വോട്ടുണ്ട് BJPക്ക്. അപ്പോൾ 2016 മുതൽ 24 വരെയുള്ള 4 പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ മാത്രം എങ്ങനെയാണ് 29,000 വോട്ടിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ 10,000 വോട്ട് വളരെ കൃത്യമായിട്ട് CPM കൊണ്ട് കുത്തിക്കൊടുത്തു. ഇത് കഴിഞ്ഞ തവണ സംഭവിച്ചതാണ്. അങ്ങനെയാണ് ഈ ഭൂരിപക്ഷം കൂടിയത്. ഇതെല്ലാവർക്കും അറിയാവുന്ന വാസ്തവമാണ്. പക്ഷെ അത് ഈ തവണ ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ശ്രീ കുമ്മനം രാജശേഖരനെ പോലുള്ള സ്ഥാനാർത്ഥി വരുമ്പോൾ BJPയുടെ വോട്ടുകൾ BJPക്ക് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കച്ചവടം നടത്തിയാൽ പോലും ഞങ്ങൾക്ക് വിജയിച്ചു വരാനുള്ള രാഷ്ട്രീയ സാഹചര്യം ആറന്മുളയിലുണ്ട്. യെസ്, ശരി, വ്യക്തമാണ് അബിൻ വർക്കി. അപ്പോൾ എല്ലാ ആശംസകളും നമുക്ക് നാളെ ഈ സമയത്ത് വീണ്ടും കാണാം. ജയിച്ച് വരുമ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. യുവാക്കളെ ഈ ലക്ഷ്യമിട്ടു എന്ന് പറയുമ്പോഴേ ഇന്നിപ്പോൾ അബിൻ ഉപയോഗിച്ച വാക്കുണ്ട്, ഞാൻ എല്ലാ മീഡിയയിലും പ്രതികരണത്തിൽ കാണുകയായിരുന്നു, അൾട്രാ കംഫർട്ട് മാർജിനിൽ ജയിക്കും എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും അപ്പോൾ അബിൻ വർക്കി സത്യത്തിൽ ശക്തമായ ഒരു മത്സരം അവിടെ നല്ല ആത്മവിശ്വാസത്തിലുമാണ്, വലിയ ആത്മവിശ്വാസമുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അബിൻ വർക്കി ഉൾപ്പെടെ യുവമുഖങ്ങൾ ആരൊക്കെ ജയിച്ചു വരുന്നു എന്ന്. നമുക്ക് മട്ടന്നൂരിലേക്ക് പോകണം, അവിടെ VK സനോജ് ഉണ്ട്. ഒപ്പം വടക്കാഞ്ചേരിയിലേക്ക് പോകണം, അവിടെ UDFന്റെ യുവമുഖമായി എത്തിയ PN വൈശാഖ് ഉണ്ട്. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ പലരുമുണ്ട്. എല്ലാ യുവ സ്ഥാനാർത്ഥികളും റിപ്പോർട്ടിനൊപ്പം ചേരും അല്പസമയത്തിനകം.